ബ്രഹ്മാവും മഹാവിഷ്ണുവും കൂടി വലിയ വഴക്കായി. ആ വഴക്കിൻ്റെ ഇടയിൽ പരമശിവൻ പ്രത്യക്ഷപ്പെട്ടു. ആ വഴക്കിൻ്റെ ഏറ്റവും അവസാനം പരമശിവൻ ബ്രഹ്മാവിൻ്റെ 5ാമത്തെ തല പിഴുതെറിഞ്ഞു. എന്താ കാര്യം? നമസ്കാരം. ഇന്നത്തെ ഇതിഹാസവാചാലയുടെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ബ്രഹ്മാവിൻ്റെയും മഹാവിഷ്ണുവിൻ്റെയും ഒരു വഴക്കിനെ കുറിച്ചാണ്. ഒരു ദിവസം ത്രിമൂർത്തികൾ മൂന്നിലൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ബ്രഹ്മാവും മഹാവിഷ്ണുവും ഒരു വാക്ക് തർക്കം ഉണ്ടാവും. ബ്രഹ്മാവ് പറയും, ഈ നമ്മളിൽ ഏറ്റവും കേമൻ ഞാനാണ്. അപ്പോൾ മഹാവിഷ്ണു അല്ലല്ല, നമ്മളിൽ കേമൻ ഞാൻ തന്നെയാണ്. അപ്പോൾ ബ്രഹ്മാവ് പറയും അല്ലല്ല, ഈ കാണാവുന്ന സൃഷ്ടി മുഴുവൻ സൃഷ്ടിച്ചത് ഞാനാണ്. അപ്പോൾ എല്ലാത്തിലും വലുത് സൃഷ്ടിയാണല്ലോ, അപ്പം ഞാനാണ് കേമൻ എന്ന് പറയും. അപ്പം മഹാവിഷ്ണു പറയും അല്ലല്ല, ഈ സൃഷ്ടി മുഴുവൻ സംരക്ഷിച്ചു കൊണ്ടുപോകുന്ന ഞാനാണ്. അപ്പോൾ എല്ലാത്തിലും കേമൻ ഞാൻ തന്നെയാണെന്ന് പറയും. അങ്ങനെ രണ്ടുപേരും വലിയ വാക്ക് തർക്കമാവും. അപ്പോൾ ഇവരും വഴക്കിട്ടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവരുടെ മുമ്പിൽ ഒരു ശിവലിംഗം പ്രത്യക്ഷപ്പെടും. അപ്പോൾ അവർ പരമശിവനോട് ചോദിക്കുകയാണ്, ഇതെന്താ ഈ ശിവലിംഗം ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ട എന്താ കാര്യം? ഇവർ നോക്കുമ്പോൾ ഇതിൻ്റെ തുടക്കവും കാണുന്നില്ല, അവസാനവും കാണുന്നില്ല ഈ ശിവലിംഗത്തിൻ്റെ. പരമശിവൻ പറയാണ്, ഒരു കാര്യം ചെയ്യ്, ഈ ശിവലിംഗത്തിൻ്റെ ആദ്യ അന്തവും കണ്ടുപിടിക്കുക, അതായത് തുടക്കവും അവസാനവും കണ്ടുപിടിക്കുക. എന്നാൽ ആ കണ്ടുപിടിക്കുന്നത് ആരാണ് ആദ്യം കണ്ടുപിടിച്ച് ഇവിടെ എത്തുന്നത്, അയാൾ കേമൻ എന്ന് പറയും. അപ്പോൾ ശരി, രണ്ടുപേരും ശരി എന്നാൽ അങ്ങനെ ആവട്ടെ, നമുക്കെന്നാൽ അങ്ങനെ കണ്ടുപിടിക്കാമെന്ന് പറയാണ്. എന്നിട്ട് ബ്രഹ്മാവ് തൻ്റെ വാഹനമായിട്ടുള്ള അരയണത്തിൻ്റെ പുറത്ത് കയറി മേളിലേക്ക് പോവുകയാണ്. മഹാവിഷ്ണു വരാഹ അവതാരം എടുത്ത് താഴേക്കും പോവുകയാണ്. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു, യുഗങ്ങൾ കഴിഞ്ഞു. എന്ത് ചെയ്തിട്ടും മഹാവിഷ്ണുവിന് ഈ ശിവലിംഗത്തിൻ്റെ അവസാനം കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. മഹാവിഷ്ണു ഇനി എന്നെ കൊണ്ട് പറ്റില്ല, കുറേയായി ഇത് കാണുന്നില്ല, ഇതിന് അവസാനമൊന്നുമില്ല എന്നുള്ള രീതിയിൽ മനസ്സിലായി മഹാവിഷ്ണുവിന്. എന്ന് പറഞ്ഞ് തിരിച്ചെത്തി പരമേശ്വരൻ പറയും, എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല ഇതിൻ്റെ അവസാനം. ബ്രഹ്മാവ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. ബ്രഹ്മാവ് ഇങ്ങനെ പോയി വർഷങ്ങൾ കഴിഞ്ഞു, യുഗങ്ങൾ കഴിഞ്ഞു, എന്നിട്ടും ഈ ശിവലിംഗത്തിൻ്റെ തുടക്കം എത്തുന്നില്ല. ഇതെവിടെ തുടങ്ങുന്നതെന്ന് ഇങ്ങനെ വിചാരിക്കുക ബ്രഹ്മാവ്. അപ്പോൾ കുറേ വീണ്ടും ഇങ്ങനെ പോയി കഴിയുമ്പോൾ ഒരു പൂ താഴേക്ക് വരുന്നതാണ്, കൈനാറിപ്പൂ താഴേക്ക് വരുന്നതാണ്. അപ്പോൾ ബ്രഹ്മാവ് കൈനാറിപ്പൂവിനോട് ചോദിക്കും, അതെ ഈ ശിവലിംഗത്തിൻ്റെ തുടക്കം എവിടെയാണെന്ന് അറിയുമെന്ന് ചോദിക്കും. അപ്പോൾ കൈനാറിപ്പൂ പറയും, അറിയാം, എന്നാൽ എന്നെ ഒന്ന് സഹായിക്കുമോ, എനിക്ക് അതിൻ്റെ തുടക്കം വരെ ഒന്ന് എത്തണം, എന്നെ ഒന്ന് സഹായിക്കുമോ, എങ്ങനെ എത്ര വേഗം എത്താൻ പറ്റും, എത്ര നാളെടുക്കുമെന്ന് പറയാമോ എന്ന് ചോദിക്കും. അപ്പോൾ വേഗം ഈ കൈനാറിപ്പൂ കൈകൊട്ടി കളിയാക്കി ചിരിക്കാൻ തുടങ്ങും ബ്രഹ്മാവിനെ. അത് ഒരുപാട് ചിരിക്കും. ചിരിച്ച് കഴിയുമ്പോൾ ബ്രഹ്മാവിന് കുറച്ച് ദേഷ്യം, ഇതെന്താ എന്നെ ഈ പൂ കളിയാക്കി ചിരിക്കുന്നത്, എന്താ ഇത്ര കളിയാക്കി ചിരിക്കാൻ മാത്രമുള്ളതെന്ന് ബ്രഹ്മാവിന് തോന്നുകയാണ്. അപ്പോൾ ബ്രഹ്മാവ് ചോദിക്കും, എന്തിനാ എന്നെ കളിയാക്കി ചിരിക്കുന്നതെന്ന് ചോദിക്കും. കൈനാറിപ്പൂ ചിരിച്ചുകൊണ്ട് പറയുകയാണ്, ഞാൻ ആ ശിവലിംഗത്തിൻ്റെ മേളിലിരുന്നതാണ്. അവിടുന്ന് ഞാൻ വീണിട്ട് നിന്നെ പോലത്തെ 6 ബ്രഹ്മാക്കൾ ജനിച്ച് മരിച്ചു കഴിഞ്ഞു. അപ്പോൾ പിന്നെ നീ എങ്ങനെയാ അവിടെ ചെന്ന് ആ ശിവലിംഗത്തിൻ്റെ തുടക്കം കാണുന്നു? അപ്പോൾ ബ്രഹ്മാവ് ഞെട്ടുമേ, എന്നെപ്പോലത്തെ 6 പേര് ജനിച്ചു മരിച്ചു കഴിഞ്ഞു, അപ്പം ഞാനിനി എന്താ ചെയ്യുക, എനിക്കെങ്ങനെ തുടക്കം കാണാൻ പറ്റുക? അപ്പോൾ ബ്രഹ്മാവ് ചിന്തിച്ചു പറയും, എന്നാൽ ശരി, ഒരു കാര്യം ചെയ്യാം, ഞാൻ കണ്ടു എന്ന് കള്ളം പറയാം. എന്തായാലും ആരും അറിയാൻ പോകുന്നില്ലല്ലോ, ഞാൻ അവിടെ പോയി കണ്ടു ഇല്ലോ എന്നുള്ളത് ഇവരാരും അറിയാൻ പോകുന്നില്ല. അപ്പോൾ കൈനാറിപ്പൂവിനോട് പറയും, ഞാൻ കണ്ടു എന്ന്, ഞാൻ സത്യമാണെന്നുള്ളത് നീയും കൂടി സമ്മതിക്കണം എന്ന് പറയും. അപ്പോൾ കൈനാറിപ്പൂ പറയും, ശരി, ഞാനും സമ്മതിക്കാം എന്ന് പറയും. എന്നിട്ട് അവർ രണ്ടുപേരും താഴേക്ക് വരികയാണ്. താഴെ എത്തി നോക്കുമ്പോൾ അവിടെ പരമശിവനും മഹാവിഷ്ണുവും കാത്തിരിക്കുകയാണ് ബ്രഹ്മാവ് വരാൻ വേണ്ടി. അപ്പോൾ ബ്രഹ്മാവിനോട് ചോദിക്കുകയാണ്, എന്തായി എന്ന് പരമശിവൻ ചോദിക്കുമ്പോൾ പറയും, ഞാൻ ശിവലിംഗത്തിൻ്റെ തുടക്കം കണ്ടു, ഞാൻ കണ്ടു, അവിടെ പോയി തുടക്കം കണ്ടു, അവിടുന്ന് എൻ്റെ കൂടെ വന്നതാണ് ഈ കൈനാറിപ്പൂ എന്ന് പറയുകയാണ്. അപ്പോൾ കൈനാറിപ്പൂ പറയും, അതെ ബ്രഹ്മാവ് അവിടെ വന്ന് ശിവലിംഗത്തിൻ്റെ തുടക്കം കണ്ടു എന്ന് പറയും. പരമശിവന് വേഗം ദേഷ്യം വരും. കാരണം പരമശിവനറിയാം ബ്രഹ്മാവ് കള്ളത്തരമാണ് പറയുന്നതെന്ന്. ബ്രഹ്മാവ് ശിവലിംഗത്തിൻ്റെ തുടക്കം കണ്ടില്ല എന്നുള്ളത് പരമശിവനറിയാം. അപ്പോൾ അദ്ദേഹം വേഗം ബ്രഹ്മാവിൻ്റെ 5ാമത്തെ തല പറിച്ചെടുത്ത് കളയുകയാണ്, കള്ളം പറഞ്ഞുകൊണ്ട്. അങ്ങനെയാണ് ബ്രഹ്മാവിന് 4 തലയായെന്നാണ് പറയുന്നത്. അന്ന് അദ്ദേഹം പരമശിവൻ കൈനാറിപ്പൂവിനെ ശപിക്കുകയാണ്, ഇനി എൻ്റെ പൂജകളിലൊന്നും നിന്നെ എടുക്കില്ല എന്ന്. അപ്പോൾ ഈ കഥയുടെ ഫിലോസഫിക്കൽ റീസൺ എന്താണെന്ന് വെച്ചാൽ, മനുഷ്യരിൽ നമ്മൾ തന്നെയും ഒരു രീതിയിലും ഒരു അഹങ്കാരവും ഈഗോയും പാടില്ലെന്നുള്ളതാണ്. നമുക്ക് എന്തിതൊക്കെ വരുന്നോ
അന്ന് നമുക്ക് ഗുണങ്ങളില്ലാണ്ടാവും. അഹങ്കാരവും ഈഗോയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ അഹങ്കാരവും ഈഗോയും ഒക്കെ ഇല്ലാണ്ടായാൽ മാത്രമേ നമുക്ക് ബ്രഹ്മനെ അറിയാൻ പറ്റുള്ളൂ, നമുക്ക് മോക്ഷം ലഭിക്കുകയുള്ളൂ. അതാണ് ഈ കഥയുടെ ശരിക്കും ഉള്ള ഫിലോസഫിക്കലായിട്ടുള്ള അർത്ഥം. അപ്പോൾ നമുക്കിനി അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ നമസ്കാരം.